കൊല്ലം തേനി ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്ത് കുഴിയിൽപ്പെട്ട ചില നാട്ടുകാർ വാഴ വെച്ച സംഭവമുണ്ടായി. ഇങ്ങനെ കുഴിയിൽ കുളിച്ചും ചൂണ്ടയിട്ടും ബോർഡ് വെച്ചും കാലങ്ങളായി പ്രതിഷേധം തുടരുകയാണ്. പക്ഷേ ജനങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നത് ഈ പരാതി ആരോട് പറയണം എന്നാണ്. ഒന്ന് മഴ പെയ്താൽ പിന്നെ കുളമാണ് ഹൈവേകൾ. യാത്രക്കാരുടെ വീഴ്ച പതിവ്. ഗതാഗത കുരുക്ക്. മഴക്കാല മുന്നൊരുക്കങ്ങൾ നടക്കുന്നില്ല. സമയോചിതമായി റോഡ് പണി പൂർത്തിയാകുന്നില്ല. പുതിയ റോഡുകളുടെയും അടുത്തു ടാറിട്ട റോഡുകളുടെയും അവസ്ഥ ഇതുതന്നെ. ഉത്തരവാദി ആരെന്ന് ചോദിച്ചാൽ PWDയും ദേശീയപാത അതോറിറ്റിയും പരസ്പരം കൈയൊഴിയും. സത്യത്തിൽ ആരാണ് ഈ കുഴികൾ അടയ്ക്കേണ്ടത്? കേരളത്തിൽ 11 ദേശീയപാതകളുണ്ട്. ആകെ ദൈർഘ്യം 1781.5 കിലോമീറ്റർ. അതിൽ 1233.5 കിലോമീറ്റർ ദേശീയപാത അതോറിറ്റിക്ക് കീഴിലാണ്. ഭാരത്മാല പദ്ധതിയടക്കം ദേശീയപാത വികസനം നടക്കുന്ന നാഷണൽ ഹൈവേകളിലെ നിലവിലെ അറ്റകുറ്റപ്പണികളുടെ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണ്. ബാക്കി വരുന്ന 548 കിലോമീറ്റർ ദേശീയപാതയുടെ പരിപാലന ചുമതല സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ ദേശീയപാത വിഭാഗത്തിനും. പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ 1000-നടുത്ത് ജീവനക്കാരുള്ള വകുപ്പാണ് NH വിംഗ്. പ്രതിവർഷം 70 കോടിക്കടുത്ത് ശമ്പളമിനത്തിൽ സംസ്ഥാന സർക്കാർ വകമാറ്റുന്ന വകുപ്പ്. പദ്ധതി രൂപകൽപ്പന, ആസൂത്രണം, നിർമ്മാണം, പരിപാലനം എന്നിവയാണ് വകുപ്പിന്റെ പ്രധാന ചുമതലകൾ. പ്രതിമാസം 1.5 ലക്ഷത്തിനും 2 ലക്ഷത്തിനുമടുത്ത് ശമ്പളം വാങ്ങുന്ന ഈ വകുപ്പിന്റെ തലപ്പത്തുള്ളവർക്ക് വ്യക്തമായി പറഞ്ഞാൽ ചീഫ് എഞ്ചിനീയർക്കും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്കുമാണ് ദേശീയപാതകളുടെ മേൽനോട്ട ചുമതല. എന്നാൽ ദേശീയപാത അതോറിറ്റിയുടെ കീഴിലാണ് സംസ്ഥാനത്തെ ഭൂരിഭാഗം പാതകളും എന്നതിനാൽ കുഴികളുടെ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കും അതത് കരാറുകാർക്കുമാണെന്നാണ് വകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വാദം. യാഥാർത്ഥ്യം ഇതാണ്. കുണ്ടന്നൂരിനെയും തേവരെയും ബന്ധിപ്പിക്കുന്ന കുണ്ടന്നൂർ പാലം NH-66ന്റെ ഭാഗമാണ്. NH വിങ്ങിന് ചുമതലയുള്ള ഈ പാലത്തിൽ കുഴിയുണ്ടെങ്കിൽ അത് അടയ്ക്കേണ്ടത് പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയാണ്. എന്നാൽ അതേ NH-66ലെ ഇടപ്പള്ളി ചേരാനെല്ലൂർ റോഡിലെ കുഴികൾ ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവാദിത്വവും. റോഡ് കുളമാകുമ്പോഴും അതിൽ വീണ് അപകടം പറ്റുമ്പോഴും ഈ സാങ്കേതികത പറഞ്ഞാണ് സംസ്ഥാന കേന്ദ്ര വിഭാഗങ്ങൾ കൈയൊഴിയുന്നത്. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം.